ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായിരിക്കുന്നത് ഒറ്റ വിഷയമാണ്, ഡീൽ എന്നുള്ള കാര്യം. അത് പ്രതീക്ഷിച്ചതാണോ BJP? CPM BJP ഡീലുണ്ട് എന്ന് UDF ആരോപിക്കും. അല്ല, അത് UDF ഉയർത്തിയ ഒരു ഇഷ്യൂ അല്ലേ 2 ദിവസം മുമ്പേ. അത് എന്തുകൊണ്ട് എന്ന് നമ്മൾ ചോദിക്കണം. കാരണം ഒരു 10 ദിവസം മുമ്പേ ഞങ്ങളുടെ ക്യാമ്പയിൻ തുടങ്ങി. അത് നന്നായി വൈറലായ ഒരു ക്യാമ്പയിനാണ്. ഹോർഡിങ്ങും സോഷ്യൽ മീഡിയയിലും അത് ജനങ്ങൾ ഏറ്റെടുത്ത ക്യാമ്പയിനാണ്. അത് എന്താണ് ക്യാമ്പയിൻ? മതിയായി UDF LDF രണ്ടല്ല ഒന്നാണ്. ഇതാണ് ക്യാമ്പയിൻ. അതിൻ്റെ ട്രാക്ഷൻ കണ്ട് പേടിച്ചിട്ടാണ് ഈ ഒരു പുതിയ ഒരു ഹോട്ട് എയർ ബലൂൺ കോൺഗ്രസ് വിടുന്നത്. എന്താണ് ഹോട്ട് എയർ ബലൂൺ? അതിൽ ഒന്ന് പരിശോധിച്ചാൽ നോക്കാം എന്തൊരു ഡെസ്പറേഷനാണ്. ഹോട്ട് എയർ ബലൂൺ എന്താണ്? CPM BJP തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഇടുന്നത്. ഇതെന്താണ്? ഇതിൻ്റെ പിന്നിൽ എന്താണ് ബുദ്ധി? ആരാണ് ഇത് വിശ്വസിക്കാൻ പോകുന്നത്? തൊട്ടടുത്ത് തമിഴ്നാട്ടിലൊരു ഇലക്ഷൻ നടക്കുന്നുണ്ട്. അവിടെ CPM കോൺഗ്രസ് ഒരുമിച്ച് മത്സരിക്കുന്നു, ഒരു മുന്നണിൻ്റെ ഭാഗമായിട്ട് മത്സരിക്കുന്നു. 27 സ്റ്റേറ്റിലും 8 യൂണിയൻ ടെറിട്ടറീസിലും ഒരുമിച്ച് മത്സരിക്കുന്ന 2 പാർട്ടിയാണ് കോൺഗ്രസും. ഓരോ സ്റ്റേറ്റുകളിലും ഓരോരോ എവിടെ 27 സ്റ്റേറ്റ്, എവിടെ ഓരോരോ സ്റ്റേറ്റ് വിഭിന്നമാണ്. കേരളത്തിൽ LDF UDF അതിനിടയിൽ BJP വരുമ്പോൾ അതിപ്പോ കോൺഗ്രസ് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കണം. അല്ലല്ല, അത് കോൺഗ്രസ് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കണം ഇല്ലല്ലോ. അവർ പറയുന്നു, ഓക്കെ, അത് അവരുടെ അവകാശമാണ്. ഈ നുണ പറയാൻ അവരുടെ അവകാശമാണ്. പക്ഷേ നമ്മൾ വിശ്വസിക്കണ്ടല്ലോ. അവർ തമ്മിൽ ഒരു അന്തർധാരണ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടല്ലേ കഴിഞ്ഞ 10 കൊല്ലം പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് പാർട്ടി ഒന്നും ചെയ്യാത്തത്, ഒന്നും പറയാത്തത്. സമരങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. സമരം വിടുന്നു, അതിൽ ഓപ്റ്റിക്സ്. പക്ഷേ ഡിമാൻഡ് ഫോർ ഗ്രാൻസിൻ്റെ ഡിബേറ്റിൻ്റെ സമയത്ത് എന്തെങ്കിലും വിദ്യാഭ്യാസം മേഖലയെ കുറിച്ച് പറഞ്ഞോ? പക്ഷേ LDF മാറി ഞങ്ങൾ കയറണമെന്ന് UDF ആഗ്രഹിക്കുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ് പറയുന്നത്? അവർ പറഞ്ഞത് ഞങ്ങൾക്ക് സർക്കാർ ഉണ്ടാക്കണമെന്നല്ല. അത് മാത്രമല്ല പറയുന്നു, 10 കൊല്ലം പ്രതിപക്ഷ പാർട്ടി ആവുമ്പോൾ പ്രതിപക്ഷ പാർട്ടീൻ്റെ ഒരു ഉത്തരവാദിത്വം അവർ ചെയ്തോ? ഇല്ല. 100% നിങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കിക്കോളൂ. കാരണം ഇന്ത്യ അലയൻസിൻ്റെ ഭാഗമായിരുന്നു, അതിനെ അപ്സെറ്റ് ചെയ്യേണ്ടെന്നായിരുന്നു അവരുടെ ഒരു അഭിപ്രായം. പക്ഷെ ഇതൊരു ചെറിയ ഒരു കാര്യമല്ലല്ലോ, അല്ലെ? ഇപ്പൊ ഈ CPM BJP ഡീൽ എന്ന ആരോപണം വരുന്നത് തന്ത്രപരമായിട്ട് തന്നെ അവർ അതിനെ അത് നോക്കൂ. തെലങ്കാനയിൽ അത് ചെയ്ത കാര്യമാണ്, അവരുടെ ഒരു സ്ട്രാറ്റജിയാണ്, അവരുടെ ഒരു പൊളിറ്റിക്കൽ തന്ത്രമാണ്. എന്താണ് തന്ത്രം? ഞങ്ങളുടെ പെർഫോമൻസിനെ കുറിച്ചോ ഞങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ചോ ഒന്നും ചർച്ച ചെയ്യാൻ പാടില്ല. ശ്രദ്ധ തിരിച്ച് ഒരു പുതിയ ഇഷ്യൂ മാനുഫാക്ചർ ചെയ്യുക. എന്താണ് ഇഷ്യൂ? തെലങ്കാനയിൽ എന്താ ചെയ്തത്? BRS ഇൻകംബൻറ്റ് സർക്കാരായിരുന്നു, നല്ല ആൻറ്റി ഇൻകംബൻസി ഉണ്ടായിരുന്നു. ആ ആൻറ്റി ഇൻകംബൻസിൻ്റെ ഗുണം BJP കിട്ടുന്ന സ്ഥിതി കാണുമ്പോൾ കോൺഗ്രസ് ഒരു പ്രചരണം തുടങ്ങി. എന്താണ് പ്രചരണം? BRS BJPൻ്റെ B ടീമാണ്. എന്ത് നടന്നു? മൊത്തം മുസ്ലിം വോട്ട്, BRSന് കിട്ടുന്ന മുസ്ലിം വോട്ട് മൊത്തം കോൺഗ്രസിലേക്ക് പോയി. തെലങ്കാന സ്റ്റേറ്റിൻ്റെ ഫോർമേഷൻ ഒപ്പോസ് ചെയ്ത പാർട്ടി ആര്? കോൺഗ്രസ് പാർട്ടി. തെലങ്കാന ഉണ്ടാവാൻ പാടില്ല, രൂപീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പാർട്ടി ഈ നുണ പറഞ്ഞ് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ച് മുസ്ലിം വോട്ട് പിടിച്ച് BRSനെ പുറത്താക്കി BJPനെ ഓപ്പോസിഷൻ പാർട്ടിയിൽ ആക്കി. ഇതാണ് അവരുടെ തന്ത്രം.